ഹലോ എവ്രി വൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാം. മൈ നെയിം ഇസ് ആൻ ആൻഡ് ഐ എം കറൻ്റ്ലി ലിവിങ് ഇൻ ജർമ്മനി ഫോർ 1 year. ഞാനിവിടെ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം തമ്മിൽ കണ്ട പോലെ തന്നെ ഇത് എൻ്റെ ജർമ്മൻ ജേണിയാണ്. അതായത് ഞാൻ ജർമ്മനിക്ക് വരാൻ വേണ്ടി ഫ്രം ദി വെരി ഫസ്റ്റ് ബിഗിനിങ്, അതായത് A1 തൊട്ട് ഞാനിവിടെ ജർമ്മനിയിൽ വന്ന് നഴ്സിംഗ് സ്കൂളിൽ പോയി തുടങ്ങുന്നത് വരെ ഉള്ള എൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് ജേർണി, അതായത് ഒരു പാസ്റ്റ് 3 yearsൻ്റെ ഒരു ജേർണിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ അതായത് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഫ്രം ദി വെരി ഫസ്റ്റ് ബിഗിനിങ്ങിൽ പ്ലാൻ ചെയ്ത ഒരു വീഡിയോ അല്ല. അപ്പോൾ ഒരു പകുതി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ജേർണിന്ന് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യില്ല. അതായത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രി വിട്ട് നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് വിട്ട് വേറെ കംപ്ലീറ്റ് ഒരു പുതിയ ഒരു കൺട്രിയിലേക്ക് വരുന്നു, ഇവിടെ പുതിയൊരു ലൈഫ് തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ലൈഫിൽ എത്രയൊക്കെ ചേഞ്ചസ് വന്നാലും ഈ ഒരു ചേഞ്ചിൻ്റെ അത്ര വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് അല്ലേ, ഈ ഒരു ജേർണി ഡോക്യുമെന്റ് ചെയ്യുക എന്നത് തന്നെയായിരിക്കും എനിക്കും എൻ്റെ ഫാമിലിക്കും ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് കാണാനും പിന്നീട് ഞാൻ വലുതാവുമ്പോൾ, അതായത് എനിക്കൊരു ഏജായി എനിക്ക് ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എനിക്ക് കാണാനാണെങ്കിലും ഈ ഒരു മെമ്മറീസേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുൾ ഒരു ഡോക്യുമെന്റേഷൻ ഓഫ് മൈ ലൈഫ്, അല്ലെങ്കിൽ എന്താ പറയുക, വീഡിയോ ഫുൾ വിത്ത് ഇമോഷൻസ് അല്ലേ, നമ്മളെ ഫാമിലീസിൻ്റെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എഡിറ്റിംഗ് ദിസ് വീഡിയോ വാസ് നോട്ട് ദാറ്റ് ഈസി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്ലാൻ ചെയ്യാത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫോട്ടോസ് ആയാലും വീഡിയോസ്, അതായത് ജർമ്മൻ പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള വീഡിയോസും ഫോട്ടോസ് ആയാലും എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ എടുത്ത് അധികം വെച്ചിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് ഭയങ്കര ഈസി ആയിരിക്കും, ജസ്റ്റ് I need to just put it all together and just edit it. പക്ഷേ ഇത് തപ്പി വന്നപ്പോഴാണ് എല്ലാം പലയിടത്തായിട്ട് ഭയങ്കരമായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയായിരുന്നു. അപ്പം അത് ഈ ഒരു ഒരു ഫിലിം പോലെ ഫസ്റ്റ് ബിഗിനിങ് ടിൽ ദി എൻഡ് പോലെ എടുക്കാനായിട്ട് ഇത് നല്ല പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഇംപെർഫെക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു 20 minutes അല്ലെങ്കിൽ ഒരു 25 minutes ആണ് എൻ്റെ പാസ്റ്റ് 3 years ഫുൾ നടന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കിത് ഒരു സ്ട്രെച്ചിൽ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സമയമില്ലെന്നാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്കിപ്പ് ദിസ്. കാരണം ഇത് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇമോഷൻസ് കിട്ടിക്കോളണം എന്നില്ല, ബ്രേക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ. ആൻഡ് അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സെക്കൻഡ് വൺ ഇസ്, എനിക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കും. ഞാൻ വീഡിയോസ് ചെയ്യും, ജസ്റ്റ് റീൽ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി എനിക്ക് പലപ്പോഴായിട്ടുണ്ടാവാറുണ്ട്. ആൻഡ് ഐ തോട്ട് ദാറ്റ് ദിസ് നോട്ട് മൈ കൈൻഡ് ഓഫ് തിങ്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് മറികടക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഫേസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഇൻട്രോ ഇങ്ങനെ പറഞ്ഞ് ചെയ്തിട്ടൂടാ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ആർ ലൈക്ക് ദിസ്. ആൻഡ് ഇതിൽ കൂടുതൽ ഒരു ഇൻട്രോ ആ വീഡിയോയിൽ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ഇത് ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ബെറ്റർ സ്കിപ്പ് ദിസ് ആൻഡ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റല് കണ്ടോ നീ, ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ നീ.
के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वहीं चला हाय रे। उम्र का ये ताना बाना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे, के देखे न भाले न जाने न दाए रे। दिशाहारा कैंबो का मुंटा रे। कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वहीं चला हाय रे। उम्र का ये ताना बाना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे। അതുണ്ടായ കഥ. ഒരു നാട്ടിൽ പണ്ടെങ്ങും ഗുരുനാഥൻ കെങ്കേമൻ, അതിവിരുദ്ധൻ എന്നാലും പടം പറയാൻ പറ്റില്ലേ, അത് പണിയായേ ആ പിള്ളേർക്കൊന്നും പിടികിട്ടാതായി അവർ പരീക്ഷയാകെ തോറ്റേ പോയി. ഒരു വഴി പിന്നെ കണ്ടെത്താൻ ആശാനേറി വാശി, ശിഷ്യന്മാരെ കൂട്ടി ദൂരേക്കങ്ങ് പോയി. നേരിൽ കാണുന്നേ അറിയാത്തവയെല്ലാം കഥ തിരിയുന്നേ, അവർ പരീക്ഷയെല്ലാമേ കടന്നേ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൈ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഹലോ ഗൈസ്, ഇന്ന് വീട്ടിലെ മാതാവ് വരുന്ന ദിവസമാണ്. ഇവിടെ ഫുൾ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് ഡേ ബ്ലെസ്ഡ് ആയിട്ട് എൻ്റെ കോൺട്രാക്റ്റ് വന്നു.
കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ ഹോ തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം നിനവേ മൊഴികളിൽ നീരാടാ മിഴികൾ നീന്തി അലയാ ഇരുളിലോ തിരിയാകാമെന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാ ഈ പൂച്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ബീവറേജസിൽ വന്നേക്കുവാണ്. വീട്ടിൽ കുറച്ച് സെലിബ്രേഷൻ ഉണ്ട്. പപ്പാപ്പ അമ്മാമ്മ എല്ലാവരും വന്നിട്ടുണ്ട്. ചാച്ചിയൊക്കെ വരും. സോ ഞങ്ങൾ ബിയറൊക്കെ വാങ്ങാൻ, ബിയറല്ല, ഇവിടെ കേരള സർക്കാർ വിദേശ മദ്യ വിൽപ്പനശാലയിൽ വന്നേക്കുന്നതാണ്. കത്രിക്കടവ് വിത്ത് പപ്പ. എന്തായാലും കുറച്ച് നാൾ കൂടെ ഉള്ളൂ. അപ്പോൾ മാക്സിമം പപ്പയോടൊപ്പം നടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ. മിഴികൾ നീന്തിയലയാം ഇരുളിലോ തിരിയാകാമെന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാം ഈ പാൽമഴയിൽ നനയാൻ കൊതിയായി നിലവേ നിലവേ ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ. മണൽ കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കുളിരണിയേ ഇനിയുമൊരു പൊൻപുലരീതിൽ ശലഭമായി ഉണരാൻ ചേരുവാൻ ചായുവാനാളുവാൻ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചേരി വീണലിയാതെ മഞ്ഞൊഴിയാതെ നീ മറയാതെ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയെയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. ദിവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവനെ വീട്ടിലേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലോ. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നിരിക്കും.
താരാപദമാകെ കനിവേകും പകലോ നെങ്ങോ മാഞ്ഞു പറയൂ നീ പ്രാണന്റെ പ്രാണനാമോരൻ താതനെ കണ്ടു പൊൻതാരമേ രാവിൽ നീ മറഞ്ഞു ആകാശമേ പുലരുളി ദൂരെയോ പൊൻതാരമേ രാവിൽ നീ മറഞ്ഞു ആകാശമേ പുലരുളി ദൂരെയോ താരാപദമാകെ കനിവേകും പകലോ നെങ്ങോ മാഞ്ഞു പറയൂ നീ പ്രാണന്റെ പ്രാണനാമോരൻ താതനെ കണ്ടു പൊൻതാരമേ രാവിൽ നീ മറഞ്ഞു ആകാശമേ പുലരുളി ദൂരെയോ പൊൻതാരമേ രാവിൽ നീ മറഞ്ഞു ആകാശമേ പുലരുളി ദൂരെയോ താരാപദമാകെ ഓമൽ മുകിലാടേ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചേരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ പുൽക്കുടിയിൽ തൂമണി 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 പോൽ പുഞ്ചിരി നിൻചിരി വീണലിയാതെ ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ട്രെയിൻ വരും, 6:24 ട്രെയിൻ. മാഞ്ഞൊഴിതു ഞാൻ കരതാരിൽ കരുതിയെയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു കാറ്റിൽ കലരാതെ